ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടോക്കിക്കാണി അടിപൊളിയായിട്ടുള്ള കൂന്തലുമായിട്ടാണ്. കലമാരി ഇതാണ് ഇന്നത്തെ ഫ്രൈ. നമുക്കിത് ഫ്രൈ ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് വാഷ് ചെയ്യാൻ പോവാം. കലമാരി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മസാല ആക്കി വയ്ക്കാം. മസാല ആക്കണം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടല്ലോ. 1/2 ടീസ്പൂൺ ഉപ്പാണ്. നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വൈറ്റ് പേപ്പറാണ്. വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, രണ്ടിലേതായാലും ഒന്ന് മതി. കണ്ടോ, ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡറാണ്. അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. അത് ചേർത്ത് കൊടുത്ത് അടുത്തതെന്ന് പറഞ്ഞാൽ ഗാർലിക് പൗഡറാണ്. നോക്കിക്കേ, ഗാർലിക് പൗഡർ അതും അതിനോട്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് ഒനിയൻ പൗഡറാണ്. ഇത് ഒന്നും നിങ്ങളിലില്ലെങ്കിൽ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങളിൽ ഉള്ളത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ മസാലകളാണ് ഞാൻ കാണിച്ചു തന്നെ നിങ്ങളെടുത്ത് കണ്ടോക്കി. ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ പാപ്രിക്ക പൗഡർ, വൈറ്റ് പേപ്പർ, ഇത്രയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ. അപ്പം നിങ്ങളിൽ ഉള്ളത് നിങ്ങൾ ചേർത്താൽ മതി. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. നമ്മളെ കലമാരി നമ്മൾ കോട്ടിങ് ചെയ്തെടുക്കണം. കോട്ടിങ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടിയുള്ളതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ടൈം കറക്റ്റായിട്ടുണ്ട്. ഇനി അതിന് ആവശ്യമുള്ള കോട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഞാൻ പറയാൻ പോണത്. നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 6 മുട്ട എടുത്തിട്ടുണ്ട്. കണ്ടോക്കി. പിന്നെ മുട്ടയിൽ ചേർക്കാൻ ഉപ്പും കുരുമുളകും. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചൈനീസ് ബ്രെഡ് ക്രംസാണ്. അത് ഞാൻ ടേബിളിലോട്ട് ഇടുമ്പം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവരാം. മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം മുട്ടയൊക്കെ. അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒരു പോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ കലമാരിയാണ്. അത് ഞാൻ ഇവിടെ ഒരു അലുമിനിയം ഫോയിൽ ടേബിളിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് 1 കപ്പ് മൈദ മാവിന് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ 1 കപ്പ് മൈദ മാവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ കലമാരി മസാല ആക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. മൈദ മാവിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ മൈദ മാവ് ഇട്ടിട്ട് ഇത് ഞാൻ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ചെയ്യണം.
നിങ്ങൾക്ക് ഓരോന്നാണെങ്കിലും ഇട്ട് ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് എനിക്ക് പെട്ടെന്ന് പണി തീർത്തെടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ നോക്കിക്കേ, ഇതുപോലെ മാവ് കോട്ട് ചെയ്തെടുക്കണം ഇതിനകത്തോട്ട്. കണ്ടോ, ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി ഇതുപോലെ തന്നെ ഇവിടെ കിടക്കട്ടെ, അതങ്ങനെ കിടന്നോട്ടെ. അടുത്തെന്ന് പറഞ്ഞാൽ ചൈനീസിൻ്റെ ബ്രെഡ് ക്രാംസാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ തമ്പൂറയ്ക്ക് എടുക്കുന്ന ചൈനീസിൻ്റെ ബ്രെഡ് ക്രാംസാണ്. നിങ്ങളെ കയ്യിൽ ഏത് ബ്രെഡ് ക്രാംസാണ് ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. ഞാൻ ഈ ടേബിളിൻ്റെ പുറത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോക്കി, അത് ഞാൻ കുറച്ച് ടേബിളിൻ്റെ പുറത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടിയുള്ളതെന്ന് വെച്ചാൽ മുട്ട എടുത്ത് ഇവിടെ വെക്കുക. ഇതിൽ നിന്ന് ഒരേ പീസ് എടുക്കുക, മുക്കുക ഇതിനകത്തോട്ട്. ഈ വലത്തെ കൈ കൊണ്ട് ഇടല്ല, ഇടത്തെ കൈ കൊണ്ട് ഇടണം. ഇത് വെച്ചിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഒരേ പീസ് എടുത്തിട്ടിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. കണ്ടു നോക്കി. വീണ്ടും അതേപോലെ തന്നെ 1, 2, 3 പീസ് ഇട്ടാലും കുഴപ്പമില്ല. ഇതുപോലെ എടുത്തിട്ടിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്ത് നോക്കിക്കണി, ഇതുപോലെ റിങ് കണക്ക് ആക്കി എടുക്കാം. നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. എല്ലാം ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. കണ്ട, കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. കണ്ടു നോക്കിക്കണി, ഇങ്ങനെ എല്ലാം കോട്ട് ചെയ്തെടുത്തും കൊണ്ട് വരാം. നോക്കി, വീണ്ടും നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. ഞാൻ മുട്ട ഇവിടെ ഇരിക്കണോണ്ട് നോക്കി ഇതുപോലെ എടുത്തിട്ട് ഈ ചൈനീസ് ബ്രെഡ് ക്രാംസിലോട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ല എളുപ്പമാണ്, നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളി. ആരും നഷ്ടപ്പെടുത്തരുത്, ഈ ചാൻസ് ആരും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളണം. അത്രയും നല്ല ടേസ്റ്റിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. കണ്ടോ, ആക്കി വെച്ചപ്പം തന്നെ എന്തോ ഒരു ഭംഗിയെ നോക്കിക്കാണ്. ഇതുപോലെ ആക്കി എടുത്തുകൊണ്ട് വരാം നമുക്കെല്ലാം. കണ്ടല്ലോ നിങ്ങൾ, ഇത് ഞാൻ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ കലമാരി എല്ലാം ക്ലിയർ ആക്കി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി.